my real Father, Jesus Christ. In the name of God, hallelujah, hallelujah, hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു സാവകാശം കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയല്ലോ. ഒരു മെസ്സേജ് കൂടി കേൾക്കുവാൻ ഒരുക്കുന്ന ഈ ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ നാളുകളിൽ പലതും ആഗ്രഹിച്ചല്ലേ, ഇസ്രായേലിൽ പോകണം, അല്ലെങ്കിൽ ഗൾഫിൻ്റെ പ്രദേശത്ത് പോകണം, വിവാഹം കഴിക്കണം, ജോലി വാങ്ങണം, വാഹനം വാങ്ങണം, വീട് വയ്ക്കണം, പലതും ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത അനുഭവത്തിലായിരിക്കുന്ന വ്യക്തിയാണോ നീ? ഇല്ല. ലഭിച്ചതിന്മീതെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത വ്യക്തിയാണോ നീ? മനുഷ്യൻ്റെ ആഗ്രഹം ഒരിക്കലും ഒരിടത്ത് കൊണ്ടും അത് തീരുന്നില്ല. ഇങ്ങനെ ആഗ്രഹിക്കാം, ഒന്നുമില്ലെങ്കിലും ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലഭിക്കട്ടെ, ലഭിക്കാതിരിക്കട്ടെ. 5 കോടി അല്ലെങ്കിൽ 50 കോടി അല്ലെങ്കിൽ 100 കോടിയുടെ ലോട്ടറി വിദേശ രാജ്യങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ അത് എടുക്കാം, ലഭിക്കും എന്ന് പറഞ്ഞ് എടുക്കുന്നതുണ്ടാവാം. ബട്ട് ലഭിക്കാം, ലഭിക്കാതിരിക്കാം. പക്ഷേ നമ്മെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെന്ന് ദൈവത്തിനൊരാഗ്രഹമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ പ്രകടിപ്പിക്കുകയല്ല, പ്രഹസനം കാണിക്കുകയല്ല. ഒരു വ്യക്തി പോലീസ് ഓഫീസർ ആകുന്നതിന് മുൻപ് യൂണിഫോം ഇട്ട് റോഡിൽ ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? നാം ആ പോയിന്റിൽ എത്തണം. ഒരു മുട്ട അല്ലെങ്കിൽ ഒരു സെറ്റ്, ഒരു ഡസൻ മുട്ട നമ്മൾ വിരിയിക്കാൻ വെച്ചിരിക്കുന്നു. അത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ജീവനുണ്ട്. അത് അടയിരിക്കുന്ന ഒരു തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ അതിൻ്റേതായ ക്രമീകരണങ്ങൾ ചെയ്ത ശേഷം 21 ദിവസം അടവച്ചാൽ മാത്രമേ കുഞ്ഞായി മാറുന്നുള്ളൂ. നാം ഒരു ബസ്സിന് കാത്തു നിൽക്കുന്നു. ആ ബസ് വരുന്നത് വരെ കാത്തു നിന്നാൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്തെത്തത്തുള്ളൂ. പലർക്കും കാത്തു നിൽപ്പാൻ ക്ഷമയില്ല. വിവാഹത്തിൻ്റെ കാര്യത്തിൽ തന്നെയാവട്ടെ, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ തന്നെയാവട്ടെ, പലതും പിന്നെ പെട്ടുപോയി, അയ്യോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പലരും ഇല്ലാത്തതിനെ പ്രകടിപ്പിക്കാൻ നോക്കുന്നു. നാം അങ്ങനെ ഒരിക്കലും ആകരുത്. എനിക്ക് ഇവിടെ വചനത്തിൻ്റെ ഭാഗത്തു നിന്നും, ബൈബിളിൽ നിന്നും ഒരു വേദഭാഗം എൻ്റെ ചിന്തയിൽ വന്നത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. കർത്താവ് പല വീര്യപ്രവൃത്തികളും ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ ദൈവം തൻ്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താണലോകത്തിലേക്ക് വന്നു. അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. അദ്ദേഹത്തിൻ്റെ 33 വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ ആ കർത്തവ്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ സഹോദരങ്ങൾ പറയാണ്, അതിൻ്റെ ഒന്നോട്ട് ഇങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ, അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു, പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം. അതിൻ്റെ 6-ാം അധ്യായം വായിക്കും, അറിയാം എന്തൊക്കെ ചെയ്തതിന് ശേഷമെന്ന്. യോഹന്നാൻ 7-ന്റെ 1 വായിക്കുന്നത്. അതിൻ്റെ 6-ാം അധ്യായം അതിന് മുന്നൊക്കെ വായിക്കുമ്പോൾ അറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ച് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സായില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ദൈവീക പരിജ്ഞാനത്താൽ ചിലയിടത്തു നിന്നൊക്കെ മാറിപ്പോവേണ്ടി വരും. ചിലയിടത്തുകൂടി സഞ്ചരിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ടി വരും. ഇല്ല, സഞ്ചരിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സമയത്തിന് മുൻപേ എന്തെങ്കിലും ദണ്ഡനങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് ആ ഭാഗത്ത് നിന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അടുത്ത് ഒന്നുകൂടി ആവർത്തിക്കാം.
അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ച് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സ് വന്നില്ല. എന്നാൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അടുത്തിരുന്നു. യേശുവിൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോവാം. ശിഷ്യന്മാരവിടെയുണ്ട്, നീ ചെയ്യുന്ന പ്രവൃത്തികൾ അവിടെ ചെന്ന് കാണിത്, നീ ഒന്ന് പ്രകസിപ്പിക്കുക. ഒന്ന് യൂണിഫോമൊക്കെ ധരിച്ച് ഇന്ന വീര്യപ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, നിൻ്റെ മാതാവിൻ്റെ നീ ജനിച്ച അതേ ഉദരത്തിൽ നിന്ന് ഞാൻ ജനിച്ചത്, നിൻ്റെ സഹോദരന്മാർ മറ്റുള്ളവർക്ക് അവിടെ അവിടെ മറ്റ് ചാർച്ചക്കാരുടെ ഇടയിലെല്ലാം ഒന്നാളാകുക എന്നാണ് സഹോദരന്മാർ ഇവിടെ പറയുന്നത്. പക്ഷേ അവൻ്റെ സഹോദരന്മാർ അവരോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് പ്രസിദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, കർത്താവ് അതിന് മറുപടി പറയാണ്, പ്രസിദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പലരും ഇന്ന് സോഷ്യൽ മീഡിയ വഴിയും ബാക്കിയുള്ള രീതിയിലെല്ലാം പ്രസിദ്ധന്മാരാക്കുവാൻ ആഗ്രഹിച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ വീഡിയോ എടുത്ത് പ്രസിദ്ധമാക്കുന്ന അനുഭവമുണ്ട്, അവരറിയത്ത് പോലുമില്ല. ഇവിടെ സഹോദരന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒന്ന് ചെന്ന് നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോവുക. അപ്പോൾ കർത്താവ് പറയാണ്, പ്രസിദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ സഹോദരന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കർത്താവ് വീണ്ടും പറയാണ്, അവൻ്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. ദൈവത്തിൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എപ്പോഴും സമയം തന്നെ. കർത്താവ് അങ്ങനെ പറഞ്ഞു എങ്കിൽ, ഇത്രയും വീര്യപ്രവൃത്തികൾ ചെയ്ത കർത്താവ്, ദൈവം, സർവശക്തനായ ദൈവം, ഇത്രയും അനുഭവങ്ങൾ കൂടി കടന്നുപോയ കർത്താവ് പറഞ്ഞുവെങ്കിൽ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, വീര്യപ്രവൃത്തികൾ ചെയ്യുന്നു, മരിച്ചവരെ ഉയർത്തിമാറാകുന്നു, എല്ലാ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന കർത്താവ് പറയാണ്, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. അപ്പം നമ്മൾ ആ കർത്താവ് പിന്നെ എപ്പോഴായിരിക്കാം തന്നെ വെളിപ്പെടുത്തിയത്? ആ കാൽവരി ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങുന്ന ആ സമയത്ത് അവിടെ കൂടി നിന്നവർ കർത്താവിനെക്കുറിച്ച് പറഞ്ഞു, ഇവൻ യാഥാർത്ഥ്യമായിട്ട് ദൈവപുത്രനായിരുന്നു. അതുവരെയും അവൻ അറിഞ്ഞില്ല. അതുവരെയും പറഞ്ഞു, മറിയുടെ തച്ചൻ്റെ അവിടെ ഇവിടെ മറിച്ചതെന്നുള്ള നിലവാരത്തിൽ പലതും പറഞ്ഞെങ്കിലും ആ കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ ചങ്കിലച്ചോര വരെ ഊറ്റി തന്ന ആ സമയത്ത് അവർക്ക് ബോധ്യം വന്നു, ഇന്നല്ലെങ്കിൽ നാളെ നീ യഥാർത്ഥത്തിൽ ആരായിരുന്നു, നിൻ്റെ പൊസിഷൻ എന്താണ്, നീ ആരാകേണ്ടവനാണ്, ഒന്ന് വെയിറ്റ് ചെയ്യുവാൻ, യഹോവയ്ക്കായി ഒന്ന് കാത്തിരിപ്പാൻ, ഒന്ന് നേരായ പാതയിൽ സഞ്ചരിപ്പാൻ മനസ്സാകുന്നുവെങ്കിൽ നമ്മൾ എത്തേണ്ട തുറമുഖത്ത് എത്തുക തന്നെ ചെയ്യും. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഏത് പൊസിഷനിൽ എത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ. ഞാൻ പലരോടും പറയായിട്ടുള്ള കാര്യമാണ്, ആദ്യകാല സുവിശേഷീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ പല അമ്മമാരും സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ അത് വീക്ഷിക്കുന്ന, വിദേശത്തിൽ ആയാലും സ്വദേശത്തായാലും വീക്ഷിക്കുന്ന സഹോദരങ്ങൾക്ക് മനസ്സിലാവും, ചക്കക്കുരുവും മരിച്ചിനിയും ചാളയും എല്ലാം, മരിച്ചിനി എന്ന് പറയുമ്പോൾ കപ്പയെന്നും പറയും, അത് പല ദേശങ്ങളിൽ കേരളത്തിൽ തന്നെ പല പേരിൽ അറിയപ്പെടും.
സ്വന്തം മക്കൾക്ക് കഞ്ഞിയിലെ വെള്ളം ഊറ്റിക്കൊടുത്തിട്ടും ദൈവഭക്തന്മാരെ മാനിച്ചവരുടെ വീടുകൾ നാട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു. കാര്യമെന്തെന്നറിയാമോ? അമ്മമാർ അവയുടെ വയറ് ഇറുക്കിക്കെട്ടി ദൈവദാസന്മാരെ മാനിച്ചതിൻ്റെ ആ ഫലം. അന്നവർ ചെയ്തിട്ട് കാത്തിരുന്നു. ഇന്ന് അവരുടെ മക്കൾ വിദേശത്ത് സ്വന്തം ഭവനങ്ങളും മറ്റ് ലോകപ്രകാരം ഒരനുഭവത്തിൽ ആയിരിക്കുന്നു എങ്കിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. നമുക്കൊന്ന് കാത്തിരിപ്പാൻ മനസ്സുണ്ടോ? യഹോവയ്ക്കായി കാത്തിരിപ്പാൻ മനസ്സുണ്ടോ? ഈ ലോകത്തിൻ്റെ ജോലിക്കായിട്ട് കാത്തിരിപ്പാൻ മനസ്സുണ്ടോ? ഈ പരീക്ഷയിൽ ഫെയിലായിപ്പോയ 1 വർഷം കൂടി കാത്തിരിപ്പാൻ മനസ്സുണ്ടോ? വിവാഹം വൈകിയോ? നല്ല ഒരു വരനായി ഒരു വധുവിനായി അല്പം കൂടി ഒന്ന് കാത്തിരിപ്പാൻ മനസ്സുണ്ടോ? നിനക്ക് നല്ലൊരു വീടില്ലയോ? അല്പം കൂടി കാത്തിരിപ്പാൻ മനസ്സുണ്ടോ? വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ട് 7 വർഷമായിട്ടും മക്കളില്ലാത്തവരാണോ? പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അബ്രഹാമിനെയും സാറയെയും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്തവനായ ദൈവം അവർ കാത്തിരുന്നെങ്കിലും ദാസിയിൽ ഒരു മകനെ ജനിപ്പിക്കാൻ സാറയുടെ നിർദ്ദേശം അനുസരിച്ചു അബ്രഹാം. എന്നാൽ വാഗ്ദത്ത സന്തതി ജനിക്കാതിരുന്നില്ല. അതിൻ്റേതായ ഭവിഷ്യത്തുകൾ ആ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒന്നുകൂടി അല്പം കൂടി ശ്രേഷ്ഠമായതിനു വേണ്ടി കാത്തിരിപ്പാൻ മനസ്സുണ്ടോ? നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്. ഒരു കാറ് വാങ്ങണം. അല്പം കൂടി വെയിറ്റ് ചെയ്ത് കുറേ കൂടി നല്ല തുക സ്വരൂപിച്ച് നല്ലൊരു കാറ് വാങ്ങാൻ കാത്തിരിപ്പാൻ മനസ്സുണ്ടോ? ഒരു വീട് വയ്ക്കണം. അതിൻ്റേതായ ക്രമീകരണം പകുതിയിൽ തകർന്നു പോകാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ പകുതിയിൽ നിന്നു പോകാതിരിക്കേണ്ടതിന് അല്പം കൂടി കാത്തിരിപ്പാൻ. യോസേഫ് പൊട്ടക്കുഴിയിൽ കടന്നപ്പോൾ അവിടെ കാത്തിരുന്നു. പോത്തിഫാറിൻ്റെ വീട്ടിൽ അവിടെ കാത്തിരുന്നു. ജയിലറയ്ക്കുള്ളിൽ കാത്തിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടിടത്ത് എത്താതിരുന്നില്ല. ഇല്ല, എൻ്റെ പിതാവ്, എൻ്റെ സഹോദരങ്ങൾ എന്നോടിങ്ങനെ പെരുമാറി, അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്നോടിങ്ങനെ പെരുമാറി, അതുകൊണ്ട് എനിക്ക് വേണ്ട, ജീവിതം മടുത്തു എന്ന് അവൻ ചിന്തിച്ചില്ല. വഴിവിട്ടുള്ള ജീവിതം നയിക്കാൻ നോക്കിയില്ല. അവൻ്റെ ആ ദർശനത്തിന് വേണ്ടി കാത്തിരുന്നു. അത് പ്രാപിച്ചു. അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ പ്രായാധിക്യം ചെന്നെങ്കിലും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽപ്പുറത്തെ മണൽ തരികളെപ്പോലെയും മക്കളെ നൽകാമെന്ന് വാക്കു പറഞ്ഞ കർത്താവ് അത് ചെയ്യാതിരുന്നില്ല. മനുഷ്യൻ ചിലപ്പോൾ അവിശ്വസ്തനായി പെരുമാറിയാലും കർത്താവ് വിശ്വസ്തയോടെ പെരുമാറുന്നുണ്ട്. യെസ്. ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്? മറുപടിയില്ലാതെ നിരാശയുടെ അനുഭവത്തിൽ, പ്രതികൂലത്തിൻ്റെ അനുഭവത്തിൽ, പ്രതിസന്ധിയുടെ അനുഭവത്തിൽ, എനിക്കറിയത്തില്ല. ഇന്നാളുകളിൽ ദൈവം എന്നോട് സംസാരിക്കുന്നത് എൻഡിങ് പോയിന്റിലാണെന്ന് നീ ചിന്തിച്ച് മനസ്സുരുകയാണോ? എനിക്ക് കഴിയത്തില്ല അപ്പ എന്ന് നീ നിൻ്റെ ജഡീക അപ്പയോട് പറയുകയാണോ? സ്വർഗീയ അപ്പയോട് പറ, അപ്പ ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു,
ഇനി താഴാനായിട്ട് അല്ല, ഇനി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് കഴിയത്തില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്നുകൂടി കാത്തിരിപ്പാൻ, അപ്പൻ്റെ പാദപീഠത്തിലൊന്ന് കാത്തിരിപ്പാൻ ഒന്ന് കൃപ തരണമെന്ന് യാചിക്കാമോ? ഈ യാചിക്കുന്ന ഏവനും ലഭിക്കും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. അന്വേഷിക്കേണ്ട നിലവാരത്തെ അന്വേഷിപ്പാൻ, യാചിക്കേണ്ട നിലവാരത്തെ യാചിപ്പാൻ, പ്രാപിക്കേണ്ട നിലവാരത്തിൽ പ്രാപിപ്പാൻ. യെസ്, പരിശുദ്ധന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സർവശക്തന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സർവവ്യാപിയായ കർത്താവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവൻ്റെ മക്കൾക്ക് എപ്പോൾ എന്ത് നൽകിയാൽ നല്ലത് എന്ന് അപ്പനറിയുന്നു. എന്തുകൊണ്ട് 18ാമത്തെ വയസ്സിൽ ലൈസൻസ് കൊടുക്കുന്നു? 10ാമത്തെ വയസ്സിൽ നിയമം മാറ്റിയത് 10ാമത്തെ വയസ്സിൽ ലൈസൻസ് കൊടുത്താലുള്ള അനുഭവം എന്താണെന്നറിയാമോ? 18 വയസ്സ് കഴിഞ്ഞാൽ മക്കൾക്ക് വാഹനം വാങ്ങിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടും മാതാപിതാക്കൾ വൈഷമ്യം കാണിക്കുന്നു. ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അവന് മക്കളെ ഡ്രൈവിങ്ങിന് വിടുന്നതിന് താല്പര്യമില്ല. അവൻ്റെ മകൻ പറയുകയാണ്, അങ്കിളെ ഞാൻ ലോറി ഓട്ടിക്കും, അത് ഓട്ടിക്കും, ഇത് ഓട്ടിക്കും, എല്ലാ വാഹനങ്ങളും ഓട്ടിക്കും, പപ്പയ്ക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? അത് ജഡത്തിലെ അപ്പൻ അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷേ നാം നമ്മുടെ ആത്മീയ പിതാവിൻ്റെ കരങ്ങളിൽ നാം കൊടുക്കുകയാണെങ്കിൽ ആ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കത്തില്ല. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. നമ്മളെ മക്കളെ, ഭാര്യയെ, മറ്റ് ആത്മീയ ഭൗമിക നന്മകളെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ് എൻ്റെ പിതാവ്, നാം ദൈവത്തെക്കാൾ ഉപരിയായി എന്ത് നാം കാണുന്നുവോ അത് വിഗ്രഹമാണെന്ന് ഓർക്കുക. നമ്മൾ വിഗ്രഹാരാധികളായി നോക്കുവാനല്ല, സ്വയാരാധികളായി തീരുവാനല്ല. നാളുകളിൽ ദൈവത്തിന് കൊടുക്കേണ്ട സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായിരിക്കുന്ന ആ ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത ആ ദൈവത്തിന് കൊടുക്കുവാൻ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട മാന്യത ഭാര്യയ്ക്ക് കൊടുക്കുവാൻ, ഭർത്താവിന് കൊടുക്കേണ്ട മാന്യത ഭർത്താവിന് കൊടുക്കുവാൻ, മക്കൾക്ക് കൊടുക്കേണ്ട മാന്യത മക്കൾക്ക് കൊടുക്കുവാൻ, മാതാപിതാക്കൾ കൊടുക്കേണ്ട മാന്യത അവർക്ക് കൊടുക്കുവാൻ, ബഹുമാനിക്കേണ്ട നിലവാരത്തിൽ ബഹുമാനിക്കേണ്ട വ്യക്തികൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിപ്പാൻ ഇടയാകട്ടെ. അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ വിഷയം അത് ആ ഭാഗമല്ല. ഇന്നത്തെ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചിന്ത, ഒന്ന് കാത്തിരിക്കാമോ? ചില വിഷയങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാമോ? എടുത്തു ചാടി ഒരു വിപത്തിൽ ചെന്ന് വീഴാതെ, രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ബോവസിൻ്റെ കാൽപാദത്തിങ്കൽ കാത്തിരുന്നു. എസ്രയുടെ പുസ്തകം വായിക്കുമ്പോൾ പൊൻചൊങ്കോൾ നീട്ടേണ്ടതിന് അവിടെ കാത്തിരിക്കുന്നു, രാജ്ഞിയായിട്ട് പോലും. നമുക്ക് ചില അധികാരങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാം എന്ന് കണക്കാക്കി നാം പോവുകയല്ല. ചിലപ്പോൾ അധികാരങ്ങൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യം നമ്മൾ കാത്തിരുന്നാൽ ആ കൃത്യസമയത്ത് അപ്പൻ ചെയ്യും. നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളാണോ? ആ അപ്പനെ നമ്മളെ കർത്താവും രക്ഷിതമായി നമ്മൾ സ്വീകരിച്ചവരാണോ? നാളുകളിൽ സ്വീകരിച്ച ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ, ഈ സഹോദരൻ അല്ല, ഈ ചേട്ടൻ അല്ല, ഈ അങ്കിൾ ഇങ്ങനെ പറയുന്നു, എന്നെ പരിചയപ്പെടുത്തിയ ആ യേശു അപ്പൻ, ആ അപ്പനെ ഞാൻ എൻ്റെ കർത്താവ് രക്ഷിതമായി സ്വീകരിക്കുന്നു. അപ്പൻ്റെ മകനായി, അപ്പൻ്റെ മകളായി എന്നെ തീർക്കണമേ എന്ന് ഒന്ന് ഉള്ളുകൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റു പറയുവാൻ കഴിയുമോ? പറഞ്ഞാൽ നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ കർത്താവിൻ്റെ മക്കളായി. മറ്റൊന്നും ചെയ്യണ്ട.
മക്കളായി കഴിഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ അവകാശികളായി. അപ്പൻ്റെ അവകാശം മക്കൾക്കാണ്. യെസ്, വളരെ സൈലൻ്റായിട്ട് ഈ ഇവിടെ കേരളത്തിൽ ട്രിവാൻഡ്രത്ത് ഈ സമയം വെളുപ്പിനൊരു 3-നും 4-നും ഇടയ്ക്കുള്ള ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വളരെ ശാന്തമായി നാം ചിന്തിക്കുക. നാം ഓരോരുത്തരും എടുത്ത് ചാടേണ്ടത് കാരണം എന്തെല്ലാം വിപത്തുകൾ അനുഭവിക്കേണ്ടി വന്നു. മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്നവർ. ഒരു പഴഞ്ചൊല്ലുണ്ട്, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അവർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ പറയുന്നത്. എന്താണ്? മക്കളെ, ആ വഴിക്ക് പോകരുത്, അവിടെ പൊത്തിലൊരു പാമ്പിരിക്കുകയാണ്. ഇല്ല, ഞാൻ ആ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മാതാവ് അതുവഴി പോയപ്പോൾ അവിടെ പാമ്പിരിക്കുന്ന കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്, അവിടെ പാമ്പിരിക്കുകയാണ്, അതുവഴി പോകില്ലെന്ന്. അത് കേൾക്കാതെ അനുസരണക്കേട് കാണിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പാമ്പിൻ്റെ വിഷം നിൻ്റെ ശരീരത്തിൽ ഏൽക്കുകയും നീ നിൻ്റെ മരണത്തിന് കാരണമായി തീരാൻ ഇടയാവാം. ദൈവത്തോട് പറയാമോ, പിതാവേ, എനിക്കൊന്നും അറിയത്തില്ല, എന്നെ ഒന്ന് നേർവഴിക്ക് നടത്തണമേ. ഞാൻ അങ്ങയുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏത് വിഷയമായിക്കോട്ടെ, ഉത്തരമില്ലാത്ത ഒരു വിഷയം യേശുപ്പൻ്റെ അടുത്തില്ല എന്ന് ഓർക്കുക. കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ അല്ലെങ്കിൽ കണ്ണാടിക്കൂട്ടിനകത്തോ ഇരിക്കുന്നത് യേശു അല്ല, ജീവനുള്ള യേശു. ഇന്നും ആ യേശുവിൻ്റെ ശവക്കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം, ആ ദൈവം, ആ യേശു, ആ സ്വർഗീയ പിതാവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറയുകയുണ്ടായി, ഞാൻ കാര്യസ്ഥനെ നിങ്ങളെ അടുക്കൽ അയക്കാം. അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായതയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ആത്മാവിനെ നാം പ്രാപിക്കുകയാണെങ്കിൽ, പാപം ചെയ്യുമ്പോൾ ഇത് പാപമാണ്, അവിടെ വെയിറ്റ് ചെയ്ത് പാപം ചെയ്ത് പിന്തിരിഞ്ഞു വാ. നീതിയെക്കുറിച്ച്, നീതിയാണോ നാം ചെയ്യാൻ പോകുന്ന, നീതിയാണോ, ന്യായമാണോ? ന്യായവിധി, നിത്യന്യായവിധി. ആ ന്യായവിധിയിൽ നാം അകപ്പെടാതെ പോകണമെങ്കിൽ, ആ ചാകാത്ത പുഴുവും കെടാത്ത തീയുമില്ലാത്ത ആ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നാം ആ കർത്താവിൻ്റെ മക്കളായി മാറിയേ മതിയാകത്തുള്ളൂ. അല്ല എങ്കിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള നിത്യ നരകത്തിലേക്ക് പോകേണ്ടതായി വരും. എന്തിനാണ് എന്നെക്കൊണ്ട് ഈ ഒരു വീഡിയോ ഈ അതിതാമസിച്ച സമയം എടുത്ത് ഈ യൂട്യൂബിൽ ഇടേണ്ടി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സമർപ്പിക്കുക. യേശുവേ, അങ്ങയെ ഞാനെൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ എന്നിൽ കർത്തൃത്വം നടത്തേണ്ടത് ഞാനല്ല, അങ്ങാണ്. യെസ്, ഇന്നു മുതൽ എന്നിൽ കർത്തൃത്വം നടത്തേണ്ടത് ഞാനല്ല, കർത്താവായ യേശുവേ, അങ്ങാണ്. എന്നെ കാത്തിരിപ്പാൻ പഠിപ്പിക്കണമേ. കാത്തിരിക്കേണ്ട സ്ഥാനത്ത് കാത്തിരിപ്പാൻ, മുന്നോട്ട് ഗമിക്കേണ്ട സ്ഥാനത്ത് മുന്നോട്ട് ഗമിപ്പാൻ
ഏത് തിരഞ്ഞെടുക്കും നല്ലത് അറിയത്തില്ല അപ്പാ. എൻ്റെ സ്വർഗീയ പിതാവ്, മൈ ഹെവൻലി ഫാദർ, എനിക്ക് നല്ലത് അറിയത്തില്ല. ഗുണമേതെന്നറിയത്തില്ല, ദോഷമേതെന്നറിയത്തില്ല, നന്മ ഏതെന്നറിയത്തില്ല, തിന്മ ഏതെന്നറിയത്തില്ല. ഒന്ന് പറഞ്ഞു തന്നാലും ആ കർത്താവ് നിന്നോട് സംസാരിക്കാതിരിക്കത്തില്ല. പാപികളെ തേടിയാണ് കർത്താവ് വന്നത്, നീതിമാനെ തേടിയല്ല. പാപികളെ തേടി, പാപത്തിലും ചേറ്റിലും കിടന്ന വ്യക്തികളെ, പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവ്. യെസ് ഗോഡ് ജീസസ്. ആ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് മാത്രം ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യപദവിയിലേക്ക് മാറുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നമുക്കൊരുമിച്ച് മുന്നേറാം ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ആ നിത്യത്തിലേക്ക് ലക്ഷ്യം വെച്ച് ഓടാം. യേശുവേ അപ്പ, ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും അങ്ങ് നടത്തുകയാണെങ്കിൽ എനിക്ക് തെറ്റ് പറ്റത്തില്ല. ഞാൻ സ്വയമേ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ പാപ വഴികളിൽ വഴുതിപ്പോകാം. എന്നെ ഒന്ന് നീതിപാതകളിൽ നടത്തണമേ എന്ന് സമർപ്പിക്കാമോ? ആര് സമർപ്പിച്ചാലും ആ അപ്പൻ അത് കാണും. ആ സമർപ്പണം കർത്താവ് എന്താ പറയുന്നത്? അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഹൃദയമാകുന്ന വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഭവനത്തിൻ്റെ വാതിൽ ഒരു വ്യക്തി തുറന്നു കൊടുത്താൽ മാത്രമേ മറ്റൊരു വ്യക്തിക്കകത്ത് കയറാൻ കഴിയത്തുള്ളൂ. ആ ദൈവം ഇടിച്ചു കയറുന്ന ദൈവമല്ല, വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അവൻ്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറക്കുകയാണെങ്കിൽ ഞാൻ അവനോടും അവൻ നിന്നോടും കൂടി അത്താഴം കഴിക്കും. ആ ശക്കായി കർത്താവിനെ കാണാൻ കാട്ടത്തിന്മേൽ കയറി. കർത്താവ് അവൻ്റെ ആഗ്രഹം കാണാതെ പോയില്ല. അവനോട് ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു. അവൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, അവൻ്റെ ഭവനത്തിൽ കൂടി പാർത്തപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? അവന് കുറ്റബോധം തോന്നി അന്ന് വരെയും ചെയ്ത അഴിമതികൾ അവൻ 10 മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കുവാനായിട്ടുള്ള മനസ്സ് അവൻ കാണിച്ചു. ദൈവത്തെ കൂടാതെ കോടികളുള്ളതിനേക്കാൾ ദൈവത്തെ കൂടിയുള്ള അല്പം നാം എത്ര സമ്പാദിച്ചാലും അതിവിടെ കളഞ്ഞിട്ട് പോകേണ്ടതാണ്. അഴിമതിയിൽ കൂടിയും അതിക്രമങ്ങളിൽ കൂടിയും എനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഈ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, നല്ല ക്യൂട്ടായിട്ടുള്ള മറ്റ് കുഞ്ഞുങ്ങൾ, ഇവരെങ്ങനെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും കടത്തുന്ന നിലവാരത്തിൽ ലേബികളിൽ ചെന്ന് അകപ്പെടുന്നു? അവർക്കെങ്ങനെ മനസ്സ് വരുന്നു? അത് മറ്റൊരു വ്യക്തിയെ കൊല്ലുമെന്ന് അവർ പഠിച്ചിട്ടില്ലേ? കൊലപാതകത്തിന് തുല്യമല്ലേ അവർ ചെയ്യുന്നത്? അവർക്ക് പാപം എന്താണെന്നറിയത്തില്ല, നീതി എന്താണെന്നറിയത്തില്ല. പഠിത്ത വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ്, ആ ദൈവം കർത്താവ് നിൻ്റെയും എൻ്റെയും ഹൃദയത്തിനുള്ളിൽ വസിച്ചാൽ മാത്രമേ ഇന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യമുണ്ടാകത്തുള്ളൂ. ആ ബോധ്യമുണ്ടാവണമെങ്കിൽ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ക്രിയ ചെയ്യുകയും ഉള്ളങ്ങളെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നറിയുന്ന ദൈവം വാസ്തവമായി നേർവഴിക്ക് നമ്മെ നടത്തുവാനിടയാകും. ആ നിലവാരത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് ഗമിക്കും എന്നുള്ള തീരുമാനത്തോടു കൂടി അപ്പൻ്റെ കരം പിടിച്ച് നടക്കുന്ന കുഞ്ഞിന് പേടിക്കേണ്ട കാര്യമില്ല. സ്വർഗീയ പിതാവേ, അങ്ങയുടെ കരം പിടിച്ച് ഞാൻ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ഞാൻ കരം പിടിച്ചാൽ ഒരുപക്ഷെ
ഞാൻ വിട്ടുപോകാം. ഇല്ല അപ്പൻ എന്നെ പിടിച്ചാലും ഞാൻ വീഴത്തില്ല. സ്വർഗീയ പിതാവ് യേശുപ്പ, അങ്ങ് എന്നെ കരം മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഴത്തില്ല. പാപത്തിൽ വീഴത്തില്ല, രോഗത്തിൽ വീഴത്തില്ല. രോഗത്തിൽ വീണാലും അങ്ങറിയാതെ വീഴത്തില്ല. വീണ് കഴിഞ്ഞാൽ അതിന് വിമുക്തിയുണ്ട്. ഇല്ല, രോഗത്താലോ അല്ലെങ്കിൽ വേറൊരു അനുഭവത്തിലോ മരിച്ചാലും അങ്ങ് കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ കരത്തോടൊപ്പം അങ്ങ് എന്നെ ആ നിത്യസ്വർഗത്തിൽ കൊണ്ടെത്തിക്കുമല്ലോ. ഇവിടെ കഷ്ടമുണ്ട്, കഷ്ടത സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ചാകാത്ത പുഴുവും കിടാത്ത തീയുമുള്ള നിത്യ അഗ്നിയിലേക്ക് വീഴേണ്ടി വരത്തില്ല. ഇവിടെ അല്പം ഭാരമോ ത്യാഗമോ വേദനയോ ബുദ്ധിമുട്ടോ സഹിക്കേണ്ടി വന്നാലും ആ നിത്യതയിൽ കൊണ്ടെത്തിക്കും. അല്ല, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, എനിക്ക് അല്പം പോലും വെയിറ്റ് ചെയ്യാൻ വയ്യ, ഞാൻ എൻ്റെ ജീവനെ എടുക്കുന്നു, ഞാൻ എൻ്റെ ജീവനെ നഷ്ടമാക്കുന്നു, ഞാൻ പാവ വഴി തന്നെ സഞ്ചരിക്കും, ഞാൻ പോകുന്നതാണ് നല്ലത്, ഞാൻ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള നിലവാരത്തിൽ അല്പമൊന്ന് വെയിറ്റ് ചെയ്ത് കർത്താവിനായി കാത്തിരിപ്പാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ മനസ്സിലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, വീണ്ടും ആവർത്തിക്കട്ടെ, ചാവാത്ത പുഴുവും കെടാത്ത തീയുമുള്ള ആ നിത്യാഗ്നിയിൽ വീണ് നിത്യ യുഗായുഗം അവിടെ കടന്ന് പ്രയാസം. നമ്മൾ കയ്യിൽ ഒരു തുള്ളി എണ്ണ വീണ് കഴിഞ്ഞാൽ എന്തുമാത്രം വേദന ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ചൂടെണ്ണ വീണ് കഴിഞ്ഞാൽ, തിളച്ച എണ്ണ വീണ് കഴിഞ്ഞാൽ അതിനേക്കാൾ, അപ്പോൾ ആ ഒരു ചീനച്ചട്ടിക്കകത്ത്, ഒരു വലിയൊരു ചീനച്ചട്ടിക്കകത്ത് ഒരു മനുഷ്യനെ ഇട്ട് കഴിഞ്ഞാൽ എപ്രകാരമായിരിക്കും അത്? അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇത് മരണമില്ലാത്ത അനുഭവത്തിൽ അവിടെ കഴിയേണ്ടി വരുമെന്ന് ചരിത്രവും ബൈബിളും നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ അല്പം കഷ്ടതയോ വേദനയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും വന്നാലും സഹിച്ചുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കർത്താവിനോടൊപ്പം നിത്യാന്ത യുഗായുഗം വാഴുവാൻ കർത്താവ് അവസരമേൽക്കും. ആ അവസരം പാഴാക്കരുതേ. എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞു പെങ്ങൾമാരെ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. ആ അവസരം പാഴാക്കാതെ കർത്താവിനായി അല്പം ഒന്ന് കാത്തിരുന്ന് ഈ ലോകത്തിലും വരും ലോകത്തിലും പ്രാപിക്കേണ്ട നന്മകൾ പ്രാപിപ്പാൻ ഏവരെയും സർവശക്തൻ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ആഗ്രഹങ്ങളോടെ എല്ലാവരെയും ദൈവം ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ തന്നെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ഓൾ ഫ്രണ്ട്സ്. God bless you. God bless you. God bless you.